ഇന്നാണ് മക്കളെ അർജൻറ്റീനക്ക് ഒരു മഹാ അംഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള, ബ്രാച്ചുഗൽ ഫാൻസിൻ്റെ സപ്പോർട്ടുള്ള, സാമ്പാർ മുന്നണിയുടെ സപ്പോർട്ടുള്ള ഇംഗ്ലണ്ടുമായിട്ട് അർജൻറ്റീന ഒന്ന് കൊമ്പ് കോർക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ സാമ്പാർ മുന്നണി ഇപ്പോൾ ഒരാളെയും പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്. അയാൾ അവസാനം RCB വരെ കപ്പെടുക്കുമെന്ന് പറഞ്ഞു, അത് നടന്നു. RCB രണ്ടാമത് കപ്പെടുക്കുമെന്ന് പറഞ്ഞു, അത് നടന്നു. മുമ്പ് പ്രചരിച്ച കളികളെല്ലാം കറക്റ്റ് 100% കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തലയിൽ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ അർജൻറ്റീന പുറത്താവും, ഇംഗ്ലണ്ടാണ് ഈ വേൾഡ് കപ്പ് എടുക്കുക എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അതും പറഞ്ഞ് അതും കേട്ട് അതിങ്ങനെ പോസ്റ്ററും ഉണ്ടാക്കിയിട്ട് സമാധാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. എന്തായാലും സമാധാനിച്ചിരിക്കട്ടെ. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു വലിയ സന്യാസി ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത്. ആ സന്യാസി ഇപ്പോൾ എവിടെയാണ്? വല്ല ചിത്രത്തിലുണ്ടോ? ഇല്ലല്ലോ, അതൊക്കെ പോയി. വേൾഡ് കപ്പ് അടിക്കുമെന്ന് വിംബ് പറഞ്ഞിരുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സ്ക്വാഡോടുകൂടെ ബമ്പൻ ടീമായിട്ട് വന്നവരും എല്ലാവരും പെട്ടിയും കടക്കെടുത്ത് വീട്ടിൽ പോയി. അങ്ങനെ അവസാനം രാജനും പിള്ളേരും പോയി, സുൽത്താൻ പോയി, അണ്ണൻ പോയി. ഇനി ആരും ബാക്കിയില്ല അല്ലേ? ഇനിയുള്ളത് ആ ഒരേ ഒരാൾ. അയാൾ ആ ബൂട്ടും കെട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയം എന്നുള്ളതല്ലാതെ വേറൊരു വാക്ക് അദ്ദേഹത്തിന് അറിയില്ല. അർജൻറ്റീനയുടെ തോൽവിയും കാത്തിരിക്കുന്ന എല്ലാ ബ്രാച്ചുഗൽ ഫാൻസിനും സാമ്പാർ മുന്നണിക്കും വെറുതെ ഉറക്കം കളയണ്ട, പോയിട്ട് കിടന്നുറങ്ങിക്കോളിയും. ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, മാറ്റി വെച്ചോളിയും.